A+2 സ്വാഗതം. നമ്മുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കുമൊക്കെ എല്ലാ വർഷവും നമ്മൾ തദ്ദേശ സ്ഥാപനങ്ങളായ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലുമൊക്കെ അടയ്ക്കുന്ന നികുതി വസ്തുനികുതി എന്നാണ് പറയുന്നത്. പ്രോപ്പർട്ടി ടാക്സ് കെട്ടിടത്തിന് വേണ്ടിയുള്ള നികുതിയാണെങ്കിലും ഔദ്യോഗികമായി തദ്ദേശ സ്ഥാപനത്തിൽ ഇത് പറയപ്പെടുന്നത് വസ്തുനികുതി എന്നാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ ഉത്തരവ് സർക്കാർ ഇറക്കിക്കഴിഞ്ഞു. നേരത്തെ ഇതിനെ സംബന്ധിച്ച് വകുപ്പ് മന്ത്രി തന്നെ ചില വിവരങ്ങൾ പ്രസ് മീറ്റിൽ പറഞ്ഞിരുന്നു. ഈ പുതിയ ഉത്തരവ് പ്രകാരം വീടുകൾക്കും കെട്ടിടങ്ങൾക്കുമുള്ള വാർഷിക വസ്തു നികുതി മുൻകൂർ അടയ്ക്കുകയാണെങ്കിൽ 5% ഇളവ് നമുക്ക് ഇനി മുതൽ ലഭിക്കും. അതായത് നമ്മൾ വസ്തുനികുതി ഒരു വർഷത്തേക്കാണ് നിശ്ചയിക്കുന്നതെങ്കിലും 2 ഹാഫ് ആയിട്ടാണ് ആ വസ്തുനികുതി നമ്മൾ അടയ്ക്കുക. അതായത് ഒരു സാമ്പത്തിക വർഷത്തിൽ 2 തവണകളായി 6 മാസത്തെ ഫസ്റ്റ് ഹാഫും അടുത്ത 6 മാസത്തെ സെക്കൻഡ് ഹാഫും ആയിട്ട് നമ്മൾ ഈ തുകകൾ അടയ്ക്കും. അപ്പോൾ ഇത് വാർഷിക റവന്യൂ നികുതി എന്ന് പറയുന്ന ഈ നികുതി ഈ വർഷത്തിൻ്റെ ആദ്യ മാസമായ ഏപ്രിൽ 30-നകം മുൻകൂറായി അടച്ചാലാണ് 5% ഇളവ് ലഭിക്കുക. ഈ വാർഷിക നികുതിയൊക്കെ നമ്മൾ അടയ്ക്കുന്നത് സാമ്പത്തിക വർഷത്തിലാണ്. സാമ്പത്തിക വർഷം തുടങ്ങുന്നത് ഏപ്രിൽ മുതലാണ്. ഏപ്രിൽ 1 മുതൽ സാമ്പത്തിക വർഷം തുടങ്ങും. ആ ആദ്യ മാസമായ ഏപ്രിൽ 30-ന് അകം തന്നെ നമ്മൾ പൂർണ്ണമായും ആ വർഷത്തെ നികുതി അടച്ചാൽ 5% നികുതി ഇളവ് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഈ ഉത്തരവിൽ പറയുന്നത്. അടച്ചില്ലെങ്കിലും നമുക്ക് ഈ ഇളവ് ലഭിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. അടയ്ക്കുന്നവർക്ക് മാത്രമായിരിക്കും, മുൻകൂറായി വസ്തുനികുതി അടയ്ക്കുന്നവർക്ക് മാത്രമായിരിക്കും ഈ 5% ഇളവ് ലഭിക്കുക എന്നുള്ളത്. അടുത്ത വർഷം ഏപ്രിൽ മുതലാണ് ഇതിന് പ്രാബല്യമുണ്ടാവുക എന്ന് ഓർത്തിരിക്കുക. അതായത് ഈ 1/4/2025 മുതൽ ആണ് നമുക്കിങ്ങനെ ഈ തുക മുൻകൂറായി അടച്ച് 5% ഇളവ് നേടാൻ അർഹതയുള്ളത്. ഇതിനായി പഞ്ചായത്ത് രാജ് മുനിസിപ്പാലിറ്റി നിയമങ്ങളിലെ വസ്തുനികുതി ചട്ടങ്ങളുടെ ഭേദഗതി ഉടനെ ഉണ്ടാകും എന്നും അറിയിപ്പുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിൽ കെട്ടിട നികുതി ഏപ്രിൽ 1 മുതൽ സെപ്റ്റംബർ 30 വരെയും ഒക്ടോബർ 1 മുതൽ മാർച്ച് 31 വരെയുമായി 2 അർദ്ധവർഷങ്ങളിലായാണ് നമ്മൾ പതിവായി അടച്ചു കൊണ്ടിരിക്കുന്നത്, അഥവാ നമ്മൾ അടയ്ക്കേണ്ടത്. ആദ്യ മാസങ്ങളിലെ ചെലവുകൾ നടത്താൻ തദ്ദേശ സ്ഥാപനങ്ങൾ പ്രയാസം നേരിടുന്നതു കൊണ്ടാണ് ഇപ്പോൾ മുൻകൂറായി നികുതികൾ പൊതുജനങ്ങളിൽ നിന്നും ഈടാക്കുന്നതിനു വേണ്ടിയുള്ള ഈ തീരുമാനം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ ഭേദഗതികൾ നിലവിൽ വരും. അതനുസരിച്ച് അടുത്ത വർഷം ഏപ്രിൽ 1 മുതൽ 30-ാം തീയതിക്കുള്ളിൽ നമ്മൾ നമ്മുടെ വീടിൻ്റെയോ കെട്ടിടത്തിൻ്റെയോ നികുതി പൂർണ്ണമായും അടച്ചാൽ 5% ഇളവ് അക്കാര്യത്തിൽ നമുക്ക് ഉണ്ടാവുകയും ചെയ്യും.